ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ അവൻ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവായിരിക്കണം. യാഥാർത്ഥ്യമായ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ തിന്മകളെ മാറ്റി നിർത്തുവാനും നന്മകളെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാനും സാധിക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളിൽ പ്രബോധനം ചെയ്തത് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഖുദ്റത്തിനെ കുറിച്ചാണ്. പ്രവാചകന്മാരുടെയൊക്കെ സമൂഹങ്ങൾക്ക് പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ആര് എന്നുള്ള ചോദ്യത്തിന് അവിശ്വാസികളുടെ മറുപടി അള്ളാഹുവാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെല്ലാവരും ആ സമൂഹത്തെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ അറിവ്, ജനങ്ങൾ മൗലികമായി നേടിയെടുക്കേണ്ട വിജ്ഞാനം, പ്രപഞ്ചസൃഷ്ടാവായ റബ്ബിൻ്റെ ഗാംഭീര്യത്തെയും അവൻ്റെ ഖുദ്റത്തിനെയും അവൻ്റെ സൃഷ്ടി വൈഭവത്തെയും കുറിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഭൗതിക ലോകത്ത് എത്ര തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയാലും വിശുദ്ധ ഖുർആനെ പഠിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ദൈവത്തെ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോൾ പലപ്പോഴും ആ രാത്രി നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിരുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 191 ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തുൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതിൽ രാവ് പകലുകൾ മാറി മാറി വരുന്നതിൽ സൽബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ സൽബുദ്ധിയുള്ളവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ആകാശഭൂമികളുടെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുമെന്നാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ പറയുന്ന മറുപടി, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. റബ്ബേ, ഈ ആകാശഭൂമികൾ, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, ഇതെല്ലാം നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തുലായിക്കൊണ്ട് നീ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് റബ്ബേ ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് സൽബുദ്ധിയുള്ളവരുടെ പ്രാർത്ഥനയെന്നും ഈ ദുനിയാവിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് റബ്ബിങ്കലേക്ക് പൂർണ്ണമായും അടുക്കണമെന്നുമുള്ള ആയത്ത്. ഇനി മറ്റൊരായത്ത് നോക്കൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ തന്നെ 7-8 ആയത്തുകൾ. അറിവിൽ അടിയുറച്ചവർ എന്നാണ് വിശുദ്ധ ഖുർആൻ ആ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അറിവിൽ അടിയുറച്ചവർ അവർ പ്രാർത്ഥിക്കുമെന്നാണ്. വറാസിഖൂന ഫിൽ ഇൽമ് യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ, നമ്മുടെ റബ്ബിങ്കിൽ നിന്നും
എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുന്നുവോ അതിനെയെല്ലാം നാം വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹ് വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുന്നില്ല. രാവിലെ എണീക്കുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്ത് ചിന്തയാണ്! ആകാശഭൂമികളുടെ മാറി മാറി വരുന്ന രാപ്പകലുകളിലുള്ള ദൃഷ്ടാന്തത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും ആ സംരക്ഷകനെ അറിയുമെന്നും അവനോട് സദാ പ്രാർത്ഥിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ പ്രപഞ്ച വിജ്ഞാനീയമെന്ന് പറയുന്നത് മഹാത്ഭുതമാണ്. ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും സസ്യലതാദികളും എല്ലാം മൃഗങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ മഹാത്ഭുതങ്ങളാണ്. അതിനെക്കുറിച്ച് മനുഷ്യ നീ ചിന്തിക്കുമെന്ന്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്തുകൊണ്ട് മനുഷ്യ നീ ഒട്ടകത്തിലേക്ക് ചിന്തിക്കുന്നില്ല? വൈലൽ ഇബ്ലി കൈഫ ഖുലിഖത് വൈലസ് സമായി കൈഫ റുഫിഅത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത്. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ മനുഷ്യ? എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നുവോ? പർവ്വതത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലയോ അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്? ഭൂമിയെക്കുറിച്ചും അത് എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് എന്നും സൽബുദ്ധിയുള്ള മനുഷ്യ നീ ചിന്തിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. സാധിക്കുമോ പൂർണ്ണമായ അർത്ഥതലത്തിൽ അത് മനസ്സിലാക്കുവാൻ? അള്ളാഹുവിൻ്റെ ഈ ആകാശഭൂമികൾ, ഈ കാണുന്ന ആയാത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങൾ, ഇതിനെയെല്ലാം പഠിച്ചു മനനം നടത്തി ഒരു മനുഷ്യന് പൂർണ്ണമായും ആ വിജ്ഞാനം കരസ്ഥമാക്കുവാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ ഈ കലിമാത്തുകളെ എത്ര തന്നെ പഠിച്ചാലും വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ അതിലെ 27-ാമത്തെ ആയത്തിൽ മനുഷ്യർക്ക് അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹർ യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. ഭൂമിയിലുള്ള വൃക്ഷങ്ങളെയെല്ലാം നിങ്ങൾ പേനയാക്കുക, സമുദ്രം മുഴുവനും മഷിയാക്കുക, അതിന് പുറമെ 7 സമുദ്രങ്ങളെയും നിങ്ങൾ പോഷിപ്പിക്കുക. എന്നാൽ പോലും അള്ളാഹുവിന്റെ വചനങ്ങൾ മാ നഫിദത് കലിമാത്തുല്ലാഹ് പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. ശാസ്ത്രജ്ഞരായ നാസ്തികർ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തിലേക്ക് വരുന്ന കാഴ്ചകൾ ആഗോളതലത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിക സന്ദേശം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. നാസ്തികത സർവനാശത്തിലേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിലേക്ക് തിരിച്ചു പോരുന്ന എത്രയോ രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു. ആ വാർത്തകൾ നാം മാധ്യമങ്ങളിൽ കൂടി അറിയുന്നു. അങ്ങനെയാണ് നാസ്തികർ. മുൻവിധികളില്ലാതെ ഖുർആനെ പഠിക്കുന്നവർക്ക്, മുൻവിധികളില്ലാതെ ആകാശത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് അവർ ഒരു ശക്തിയിൽ അവർ കേന്ദ്രീകരിക്കും. കേരളത്തിലുള്ള നാസ്തികരുടെ ചില അടയാളപ്പെടുത്തലുകളൊക്കെ നാം കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. ഇസ്ലാമിന്റെ ശത്രുവായ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ, അറിയുന്നവനെന്നാണ് അവന്റെ പേര്, അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ നാസ്തികത അവനെ എവിടെ കൊണ്ട് ചെന്നെത്തിച്ചു നാം കണ്ടതാണ് മാധ്യമങ്ങളിൽ. ഇസ്ലാമിന്റെ ശത്രുവായ ആ മനുഷ്യൻ ഉമ്മയ്ക്ക് മറുപടി കൊടുക്കുന്ന ആ വേളയിൽ പറയുകയാണ്, മകൻ പറയുകയാണ്, ഈ നിരീശ്വരവാദി പറയുകയാണ്, ഈ നാസ്തികൻ എന്നെക്കുറിച്ച് ഉമ്മ നിങ്ങളെങ്ങാനും ഇനിയും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പൂർവകാല ചിത്രങ്ങൾ എൻ്റെ അടുക്കലുണ്ട്, അത് ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കും. നഊദു ബില്ലാഹ്. നോക്കണം, അവന്റെ നാസ്തികത സ്വന്തം ഉമ്മയെപ്പോലും മോശപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ അതാണ് നാസ്തികത സർവനാശത്തിലേക്ക്. സ്വന്തം ഉമ്മയെക്കുറിച്ച് ഈ നാസ്തികൻ പറയുകയാണ്, ഉമ്മ നിങ്ങളുടെ പല ഫോട്ടോകളും എൻ്റെ കയ്യിലുണ്ട്,
എന്നെ ഇനിയും നിങ്ങൾ അപകീർത്തിപ്പെടുത്തുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ഫോട്ടോകളൊക്കെ ഞാൻ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാരാ? മുസ്ലിം മാതാപിതാക്കളിൽ ജനിച്ച, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയവൻ, ഖുർആൻ കൊണ്ട് വഴിപിഴച്ചുപോയി. അങ്ങനെയാണല്ലോ, ഖുർആൻ കൊണ്ട് ധാരാളം പേർ ഹിദായത്തിലാവുന്നു, ഖുർആൻ കൊണ്ട് ധാരാളം പേർ വഴിപിഴക്കുന്നു. ആ വഴിപിഴച്ചവനിൽ പെട്ടവനാണ് ഈ നാസ്തികൻ. നോക്കണം, സ്വന്തം ഉമ്മയെപ്പോലും മോശപ്പെടുത്തുന്ന നാസ്തികൻ. പ്രാപഞ്ചിക സംവിധാനവും സൃഷ്ടിലോകവും സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന എന്ന തത്വത്തിലേക്ക് മാറി നിൽക്കുന്ന ഒരു ലോകത്താണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്. ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന് പ്രണാമം ചെയ്യുകയാണ്. ഒരുപക്ഷെ സ്വമനസ്സാലെ, അല്ലെങ്കിൽ നിർബന്ധിതരായി. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന് പ്രണാമം ചെയ്യുകയാണ്. തൗഅൻ വകർഹാ, ഒന്നുകിൽ സ്വമനസ്സാലെ, അല്ലെങ്കിൽ നിർബന്ധിതനായിക്കൊണ്ട്. പ്രഭാത പ്രദോഷങ്ങളിൽ നിഴലുകൾ പോലും അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുകയാണ്. ഒരു നാസ്തികന്റെ ഹൃദയമിടിപ്പ് പോലും അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ടാണ് ആ മിടിപ്പ് പോലും നിയന്ത്രിക്കുന്നത്. ഒരു ദൈവനിഷേധിയായ മനുഷ്യന്റെ ത്വക്ക്, അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ചലിക്കുന്നത്. അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് തൗഅൻ വകർഹാ. ഒന്നുകിൽ സ്വമനസ്സാലെ, അല്ലെങ്കിൽ നിർബന്ധിതരായിട്ട് അവന്റെ നിഴലുകൾ പോലും അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 15-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കഴിഞ്ഞ ദിവസം നാം സങ്കടപ്പെടുത്തുന്ന ഒരു മരണവാർത്ത കണ്ടു. ജിംനേഷ്യത്തിലെ ബിൽഡറാണവൻ, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവനാണവൻ, ചെറുപ്പക്കാരനാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേയും മരിച്ചു പോവുകയാണ്. അത്ഭുതത്തോടുകൂടി മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? ആരോഗ്യമുള്ളവൻ, ചെറുപ്പക്കാരൻ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലും. അതൊന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ജീവച്ഛവമായി മാറുന്ന എത്രയോ രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. എത്രയെത്ര മരണങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എത്രയെത്ര ആരോഗ്യമുള്ളവർ വെന്റിലേറ്ററിൽ പെട്ടെന്ന് കിടക്കുകയാണ്. ഇപ്പൊ ഖുതുബയ്ക്ക് വരുന്ന സമയത്ത് സഹോദരൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. 55 വയസ്സ്, പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള ഒരു പ്രയാസം, വെന്റിലേറ്ററിൽ ഇപ്പോൾ കഴിയുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആരോഗ്യം തിരിച്ചു നൽകുമാറാകട്ടെ. അതാണ് വിശ്വാസികളെ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അത് അള്ളാഹുവിന് പ്രണാമമർപ്പിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ആകാശഭൂമികളുള്ളതെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ്, സ്വമനസ്സാലയോ നിർബന്ധിതരായിക്കൊണ്ടോ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, ഖുൽ, നബി അവരോട് പറ, ചോദിക്കവരോട്, മൻ റബ്ബുസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളുടെ സംരക്ഷകൻ? ഖുലില്ലാഹ്, അവരുടെ മറുപടി അല്ലാഹുവാണ്. ആരായി പറയുന്നത്? മുശ്രിക്കുകൾ പറയുകയാണ് പ്രവാചകരോട് ചോദിക്കുവാൻ അല്ലാഹ് കൽപ്പിച്ചു. ചോദിക്കൂ പ്രവാചക, ഈ ഇടയാളന്മാരെ വച്ചിരിക്കുന്നവരോട്, അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനായിട്ട് മധ്യവർത്തികളെ സ്വീകരിച്ചിരിക്കുന്നവരോട്, ഔലിയാക്കന്മാരായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്വീകരിച്ചിരിക്കുന്നവരോട് ചോദിക്കൂ പ്രവാചക, ആകാശഭൂമികളുടെ സംരക്ഷകൻ ആര്? ഖുലില്ലാഹ്, അല്ലാഹയാണ്. എന്നിട്ട് ചോദിക്കൂ നബിയേ, ഖുൽ അഫത്തഖദതും മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ? യഥാർത്ഥ വലിയ അല്ലാഹു ആണെന്നിരിക്കെ അല്ലാഹുവിന് പുറമെ പല ഔലിയാക്കളെയും, ഇബ്രാഹിം നബി എന്ന ഔലിയ,
ഇസ്മായിൽ നബി എന്ന ഔലിയ, അതുപോലെയുള്ള മഹാന്മാരെ മുശ്രിക്കുകളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? ലാ യംലികൂന ലിനഫ്സിഹിം നഫഅൻ വലാ ളറ, ലാ യംലികൂന ലിഅൻഫുസിഹിം, അവരുടെ സ്വന്തം ദേഹത്തിന് തന്നെ അവർ ഉടമപ്പെടുത്തുന്നില്ല. നഫഅൻ വലാ ളറ. ഖുർആനിന്റെ ആ ഒരു വാക്കുണ്ടല്ലോ, അവർ സ്വന്തം നഫ്സിന് പോലും ഉടമപ്പെടുത്താത്തവരാണ് അവർ. അത് ഇബ്രാഹിം നബിയാകട്ടെ ഇസ്മായിൽ നബിയാകട്ടെ, സ്വന്തം ഉപകാരമോ ഉപദ്രവമോ അവർക്ക് സാധ്യമല്ല. ഖുൽ, ആ വിവരം കെട്ടവരോട് പറ നബിയേ, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുകയും എനിക്ക് പുറമെ ഒരുപാട് ഔലിയാക്കന്മാരെ വച്ചിരിക്കുകയും അവരാകട്ടെ സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരാണവർ, എന്നിട്ടും അവർ മധ്യവർത്തികളെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ജാഹിലുകളോട് പറ റസൂലേ, ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാകുമോ? അം ഹൽ തസ്തവിൽ ളുലുമാതു വന്നൂർ, ഇരുട്ടും പ്രകാശവും സമമാകുമോ നബിയേ? ഇത്ര കൃത്യമാണ് ഖുർആനിന്റെ ചോദ്യം. അള്ളാഹുവാണെന്ന് അവർ അംഗീകരിക്കുന്നു, എല്ലാം പടച്ചത് റബ്ബ്. പിന്നെ എന്തിനാ നിങ്ങൾ പടച്ചവനിലേക്ക് ഒരു ഇടയാളിനെ തേടുന്നത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനാ മറ്റ് ഔലിയാക്കന്മാരെ തേടുന്നത്? നിങ്ങൾ സമ്മതിക്കുമോ ഇരുട്ടും വെളിച്ചവും സമമാണെന്ന്? നിങ്ങൾക്ക് സമ്മതമാണോ അന്ധനും കാഴ്ചയുള്ളവനും സമമാണ് എന്ന്? ഒരിക്കലുമില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വൈരുദ്ധ്യം സ്വീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്. ഒരു വൈരുദ്ധ്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ. അല്ലാഹുവല്ലാത്തവരിലേക്ക് അടുക്കുവാനുള്ള ഈ ജാറങ്ങൾ, ഈ കേന്ദ്രങ്ങൾ, ഈ ഉറൂസുകൾ, എന്താ അവിടുത്തെ ലക്ഷ്യം? അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അടിയാറുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏതെങ്കിലും മഖബറയെ തേടി വരുന്ന ആളോട് ചോദിച്ചു നോക്കുക, എവിടേക്കാ പോകുന്നത്? അത് ഇന്ന ജാറത്തിലേക്ക് പോവുക. എന്തിനാ പോകുന്നത്? ആവശ്യങ്ങൾ പൂർത്തിയാക്കുവാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ, ദാമ്പത്യ ജീവിതത്തിന് സ്വാസ്ഥ്യം ലഭിക്കുവാൻ, പ്രയാസമുള്ള കുടുംബമാണ് പ്രയാസരഹിതമാകുവാൻ. അള്ളാഹുവിന്റെ ചോദ്യമുണ്ടോ? കാഴ്ചയുള്ളവനും ഇല്ലാത്തവനും സമമാണോ? അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോലും അവിടുത്തെ മതപ്രഭാഷണങ്ങളിൽ കൂടി കേൾക്കുന്ന വിഷയമെന്താണ്? അള്ളാഹുവിനെ അറിയുക. എന്തൊരു വൈരുദ്ധ്യമാണ്! അല്ലാഹ് അല്ലാത്ത പടപ്പുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ കേന്ദ്രങ്ങൾ, ഈ ഉറൂസ് കേന്ദ്രങ്ങൾ, എന്തിനാ അവിടെ വരുന്നത്? അള്ളാഹുവിനോട് ചോദിക്കുവാനാണോ? അല്ല, അള്ളാഹുവിന്റെ അടിയാറുകളോട് ചോദിക്കുവാൻ, മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരോട് ചോദിക്കുവാൻ വരുന്ന കേന്ദ്രങ്ങളിൽ പോലും പ്രഭാഷണങ്ങൾക്കുള്ള വിഷയം അള്ളാഹിനെ അറിയുക. വൈരുദ്ധ്യമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല അവർ. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചക, താങ്കളുടെ കൂടെ ജീവിക്കുന്നുവല്ലോ ഈ മുശ്രിക്കുകൾ, അവരുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ? എന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു പിടിയിൽ ഒതുങ്ങുമെന്നാണ്, അള്ളാഹുവിന്റെ ഒരു കൈപ്പിടിയിൽ ഭൂമി മുഴുവനും ചുരുട്ടിപ്പിടിക്കുമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ അവസാന ഭാഗത്തിൽ പറയുന്നത്. അവന്റെ വലത് കൈയിൽ അല്ലാഹ് ചുരുട്ടിപ്പിടിക്കും. ഇത് യഹൂദികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഖുർആനിൽ ഒരു പ്രയോഗം എങ്ങനെയാ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുക? ഒരു യഹൂദൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകരോട്, അല്ലയോ പ്രവാചക, ഇതെങ്ങനെയാ സാധിക്കുക? അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ഭൂമി ഒതുങ്ങുമോ? അള്ളാഹുവിന്റെ വിരലിലാണോ വൃക്ഷം? അള്ളാഹുവിന്റെ വിരലിലാണോ ഈ സമുദ്രം? എന്നൊക്കെ ഈ
വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ, വിശ്വസിക്കുവാൻ സാധിക്കാതെ ഒരു യഹൂദി വന്നുകൊണ്ട് ചോദിച്ചപ്പോഴേക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുവെന്നാണ്. പല്ലുകൾ പുറത്ത് കാണുന്നത് പോലെ ചിരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഏതായത്ത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല. ഈ യഹൂദികൾക്കുള്ള സംശയം പോലെ തന്നെയാണ് ഇന്നത്തെയും ചില മുസ്ലിമീങ്ങൾക്കുണ്ട്. അള്ളാഹുവിന്റെ വലത് കൈ കൊണ്ട് ഭൂമിയെ ചുരുട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വലത് കയ്യോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഗുൻയത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പോലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയം? യഹൂദിക്ക് സംശയമുണ്ടായ വിഷയം, ഇന്നത്തെ ചില മുസ്ലിമീങ്ങൾക്കും സംശയമുണ്ടായ വിഷയം. ഷെയ്ഖ് അവറുകൾ പറയുകയാണ്, തകൂന ഫീ യമീനിഹി യുർമാ ബിഹാ കമാ യർമിൽ ഗുലാം ബിൽ ഖുറത്ത്. ഒരു ആൺകുട്ടി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്. എന്നിട്ട് പ്രവാചകനെ സ്വഹാബികൾ കാണുന്നത് എങ്ങനെയെന്നറിയുമോ? ഒരു ആൺകുട്ടി കയ്യിലുള്ള പന്തിനെ എറിയുന്നത് പോലെ അള്ളാഹു ഭൂമിയെ പിടിച്ചുകൊണ്ട് എറിയുമെന്ന്. ഇത് സ്വഹാബികൾ കാണുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ മിമ്പറിൽ നിന്ന് വീഴുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ ആ സ്വഹാബികൾ കണ്ടെന്നാണ്. കയ്യിലിരിക്കുന്ന ഒരു പന്ത് എടുത്ത് എറിയുമ്പോഴേക്കും വന്ന് വീഴാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുപോലെ പ്രവാചകൻ മിമ്പറിൽ നിന്നും വീഴുന്നത് പോലെ സ്വഹാബികൾ കണ്ടുവന്നാണ്. സുമ്മ യഖൂൽ അനൽ അസീസ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യതഹറകു അലൽ മിമ്പരി ഹത്താ കാദ യസ്ഖുത്. ഇത് വിശദീകരിക്കുന്ന പ്രവാചകൻ മിമ്പറിൽ നിന്നും വീഴുന്നത് പോലെ സ്വഹാബികൾക്ക് തോന്നിയെന്നാണ്. എന്നിട്ട് അന്ന് ചോദിക്കുമത്രേ, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. എവിടെയാണ് അഹങ്കാരികൾ? എവിടെയാണ് അഹംഭാവികൾ? ഞാനാണ് മലിക്, ഞാനാണ് ഇതിന്റെ എല്ലാം ആധിപത്യമുള്ളവൻ, എവിടെ പോയി എന്ന് റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ഉൾക്കൊണ്ട ഒരു മനുഷ്യന് ഒരു ജാറത്തെങ്കിലും പോകാൻ സാധ്യമാകില്ല. വിശ്വാസികളെ, അള്ളാഹനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാത്ത ഈ ദുർബല വിശ്വാസികളാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറുവാൻ അള്ളാഹനെ വിട്ടുകൊണ്ട് ഈ ദർഗകളിൽ പോകുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ റബ്ബിന്റെ ആ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ്. وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 10-11 ആയത്തുകളാണ്. നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി ആണികളെ പോലെ പർവ്വതങ്ങളെ അടിച്ചു ഉറപ്പിച്ചു ഈ ഭൂമിയിൽ. ഇന്ന് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വിഷയം. നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ, ഒരു ബാലൻസ് തെറ്റാതിരിക്കുവാനായിട്ട് ആണികൾ പോലെ പർവ്വതത്തെ അടിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ, ഉറച്ച പർവ്വതങ്ങളായിക്കൊണ്ട്. എല്ലാത്തരം ജന്തുക്കളെയും പരത്തിയവനാണ് നിങ്ങളുടെ റബ്ബ്. ആകാശത്ത് നിന്നും വെള്ളം, വിശിഷ്ടമായ സസ്യജോഡികൾ പുഷ്ടിപ്പെടുത്തിയവനാണ് നിങ്ങളുടെ റബ്ബ്. എന്നിട്ട് അള്ളാന്റെ ചോദ്യമുണ്ട്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി ബൽ ളാലിമൂന ഫി ളലാലിൻ മുബീൻ. ഒന്ന് കാണിച്ചതാടോ? അള്ളാന്റെ ചോദ്യമാണ്, ഒന്ന് കാണിച്ചതാ. ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നിങ്ങൾ പടച്ചിട്ടുണ്ടോ? അല്ല പടക്കാത്ത ഏതെങ്കിലും ഒന്ന്, ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും നിങ്ങൾ അധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യമാണ്. വിശ്വാസികളെ, യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ.
രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു, സൂര്യചന്ദ്രനെ അവന്റെ നിയമത്തിന് വിധേയമാക്കിയെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് അധിപതി, അവനാണ് എല്ലാറ്റിന്റെയും മാലിക്കുൽ മുൽക്ക്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ഒന്ന് പറഞ്ഞതാടോ, അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയുന്നവരെ, ജാറങ്ങളിലേക്ക് പോയ മനസ്സമാധാനത്തിന് വേണ്ടി കേഴുന്നവരെ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുതുമീർ, അല്ലാഹ് അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ, ഷേഖന്മാരോടും ബീവിമാരോടും മറ്റു പല ഔലിയാക്കന്മാരോടും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുവല്ലോ, അവർ അധീനപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും, വളരെ നേർത്ത ഒരു സാധനമാണ് ഖുതുമീർ, ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചു തേടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അധീനപ്പെടുത്തിയിട്ടുണ്ടോ? മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അധീനപ്പെടുത്തിയിട്ടുണ്ടോ? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ഇവരോട് തേടിയാൽ നിങ്ങളുടെ പ്രാർത്ഥന പോലും ഇവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയില്ല. നാളെ പരലോകത്ത് ശുർക്കായി അല്ലാഹു തആല അതിനെ പരിഗണിക്കും, നിഷേധിക്കും. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർ മുഴുവനും. അള്ളാഹുവിൻ്റെ എത്ര ഘനഗാംഭീര്യത്തോടു കൂടിയുള്ള ചോദ്യമാണ് വിശ്വാസികളെ. പറഞ്ഞുവല്ലോ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ദർഗയിൽ പോയി അവരോട് സങ്കടങ്ങൾ പറയുവാൻ സാധിക്കുകയില്ല. കാരണം അള്ളാന്റെ ഖുർആനിലെ ഉദാഹരണങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാന്റെ ഒരു വിളിയുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്തിൽ മുസ്ലിംകളെ എന്നല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ളുരിബ മസലും ഫസ്തമിഉ ലഹ്, ഒരു ഉദാഹരണം നിങ്ങൾക്കിതാ ഞാൻ വിവരിച്ചു തരികയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അതിനെ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികളുണ്ടല്ലോ, കേന്ദ്രങ്ങളുണ്ടല്ലോ, അവർ ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാൻ കഴിവില്ലാത്തവരാണവർ. ഏതെങ്കിലുമൊക്കെ ജാറങ്ങളിൽ ഉറൂസ് നടക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ ചുറ്റുപാടുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജാറത്തിലെ ഏറ്റവും വലിയ മഖ്ബറയിൽ ഒരു ഈച്ച വന്നിരുന്നു കൊണ്ട് അവിടെയുള്ള നിവേദ്യം എടുത്തുകൊണ്ട് പറന്നു പോയാൽ ആ നിവേദ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള അധീനത പോലും ആ ഖബറിലുള്ളവർക്ക് ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ലാ യസ്തൻഖിദൂന മിൻ. ആ ഈച്ച അതിൽ നിന്നും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള ഖുദ്റത്ത് പോലും അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടില്ല. വിളിച്ചു തേടുന്നവനും വിളിച്ചു തേടപ്പെടുന്നവരും ദുർബലരാണ്. അഫലാ തദക്കറൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആൻ ആരോടാണ് ഇത് പറയുന്നത് വിശ്വാസികളെ? അഫലാ തദക്കറൂൻ, സൂറത്തുൻ നഹ്ലിലെ 17-ാമത്തെ ആയത്താണ്. മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ? വഇൻ തഅദൂ നിഅമത്തല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളുണ്ടല്ലോ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഈ ദിവസത്തിൽ അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഒന്ന് എണ്ണി കണക്കാക്കൂ. ലാ തുഹ്സൂഹാ, സാധ്യമല്ല. രാത്രിയിൽ നിന്ന് നാം പകലിലേക്ക് വന്നു, ഉറക്കമെണീറ്റു. എത്ര നിഅമത്തുകളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്ന് എണ്ണിക്കണക്കാക്കൂ മനുഷ്യ. ഇല്ല, സാധ്യമല്ല. ഇന്നല്ലാഹ ലഗഫൂറുൻ റഹീം, അവൻ റഹ്മാനാണ്, അവൻ പൊറുക്കുന്നവനാണ്. എന്നിട്ട് അള്ളാന്റെ ചോദ്യം കണ്ടു വിശ്വാസികളെ, ഈ കരുണയെല്ലാം നൽകുന്ന റബ്ബ്, എണ്ണിക്കണക്കാക്കുവാൻ പറ്റാത്ത നിഅമത്തുകളൊക്കെ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, ആ നിഅമത്തുകളൊക്കെ എണ്ണിക്കണക്കാക്കുവാൻ സാധ്യമാകാത്ത ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, നീ അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ? അല്ലാഹുക്ക് പുറമെ പല ശക്തികളോടും,
അവരാകട്ടെ ലാ യഖ്ലുഖൂന ശൈഅ വഹും യുഖ്ലഖൂൻ, ഒന്നും പടച്ചിട്ടില്ല, അവർ ഒന്നും അധീനമാക്കിയിട്ടില്ല, അവരെ തന്നെ അല്ലാഹ് സൃഷ്ടിച്ചതാണ്. നോക്കൂ, അംവാത്തുൻ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ തേടിക്കൊണ്ടിരിക്കുന്നുവല്ലോ, അവർ മരിച്ചുപോയവരാണ്. അംവാത്ത്, അവർ മൗത്തായവരാണ്. ഗൈറു അഹ്യാ, ജീവനില്ല അവർക്ക്, വിളിച്ചാൽ വിളി കേൾക്കില്ല. ആ മയ്യത്തിൽ കിടക്കുന്ന ആ ശരീരത്തിലുള്ള ആ ഡ്രസ്സ് പോലും നിങ്ങൾ മാറ്റിക്കൊടുക്കണം. കുളിക്കുമ്പോൾ ആ ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, സാധ്യമല്ല. അംവാത്തുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാ പുനർജീവിക്കുക, എപ്പോഴാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നുള്ള അറിവ് പോലും അവർക്കില്ല. ആർക്ക്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മറ്റുള്ള എല്ലാ അമ്പിയാക്കന്മാരും, എല്ലാ ഔലിയാക്കന്മാരും, എല്ലാ മശായിഖന്മാരും. അല്ലാഹ് കൃത്യമായി പറയുകയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി. അതുകൊണ്ട് മനുഷ്യരെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മാനവ സമൂഹമേ, യുർസിലുസ് സമാ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായ മഴകൾ ആകാശത്തു നിന്നും പെയ്യിപ്പിക്കുന്നവൻ അവൻ അയച്ചു തരികയാണ് നിങ്ങൾക്ക്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, തോട്ടങ്ങളും അരുവികളും സ്വത്തുക്കളും സന്താനങ്ങളും അവന്റെ ഔദാര്യമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, ഇതെല്ലാം തന്ന റബ്ബിന് നിങ്ങൾ ഒരു ഗാംഭീര്യവും കാണുന്നില്ലേ? അള്ളാന്റെ ചോദ്യമാണ് വിശ്വാസികളെ. ആരാ തന്നത് ഇതെല്ലാം? ആരാണ് തന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. സമ്പത്തും സ്വത്തുക്കളും സന്താനങ്ങളും അരുവികളും മഴകളും തോട്ടങ്ങളും എല്ലാ സമൃദ്ധമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴകളും ആ തന്ന റബ്ബിനെ വിട്ടുകൊണ്ട് ഏത് കേന്ദ്രത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ മാറിക്കിട്ടുവാൻ. വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, ആ റബ്ബിനെ നിങ്ങൾ ഒരു വഖാറും കാണുന്നില്ലല്ലോ, ഒരു ഗാംഭീര്യവും കാണുന്നില്ലല്ലോ. ഈ പിഴച്ച പുരോഹിതന്മാരാണ് ഇതിന്റെ കാരണക്കാർ. അള്ളാഹുവിലേക്ക് നേരിട്ട് ചെല്ലുകയാണെങ്കിൽ അതിന് അംബാസഡർ കാർ പോലെയും, ഇടയാളന്മാരിൽ പോവുകയാണെങ്കിൽ അത് ഫിയറ്റ് കാർ പോലെയും എന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് ആകാശത്തിന്റെ ചുവട ജീവിക്കുന്ന പിഴച്ചവരായ ഇവരുടെ പണ്ഡിതന്മാരാണ്. അൽ ഉലമാ ശർറു മൻ തഹത അദീമിസ് സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവർ ഇത്തരം ഉലമാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് അള്ളാഹുവിന്റെ വഖാറിനെ നിഷേധിച്ചത്. അവരാണ് അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത് എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അൻത റസൂലുള്ളാഹ്, നീയാണോ അള്ളാന്റെ റസൂല്? അതെ, അന റസൂലുള്ള, ഞാനാണ് അള്ളാന്റെ റസൂൽ. ഏതല്ലാഹ്? അല്ലദീ ഇദാ അസാബക ദുർറൻ ഫദഅതഹു കശഫഹു അൻക, നീ എന്തെങ്കിലും പ്രയാസത്തിൽ ഇടപെട്ടാൽ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ നീ ഏതൊരു ശക്തിയോട് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു തന്നവൻ ആരോ അവനാണ് ആ റബ്ബ്. വഇൻ അസാബക ആമു സനതുൻ ഫദഅതഹു അൻബതഹാ ലക്, ക്ഷാമവർഷം നേരിട്ടാൽ ആ ക്ഷാമം മാറിക്കിട്ടുവാനായിട്ട് നീ ഏതൊരു അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏതൊരു അള്ളാഹുവാണോ നിനക്ക് ആ ക്ഷാമം മാറ്റിത്തരുന്നവൻ, ആ ക്ഷാമവർഷം ദൂരീകരിച്ചു തരുന്നവൻ, അവനാണ് നിന്റെ റബ്ബ്. وَإِذَا كُنْتَ بِأَرْضٍ قَفْرَاءٍ أَوْ فَلَاتٍ فَظَلَّتْ رَاحِلَتُكَ فَدَعَوْتَهُ رَدَّهَا عَلَيْكَ, നിങ്ങൾ ഏതെങ്കിലും വിജന പ്രദേശത്തോ അല്ലെങ്കിൽ മറ്റു വരണ്ട ഭൂമിയിലോ ചെന്ന് പെട്ടുകൊണ്ട് നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ട് ആ വാഹനം തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഏതൊരു റബ്ബിനോട് പ്രാർത്ഥിച്ച്, ഏതൊരു റബ്ബാണോ ആ വാഹനത്തെ തിരിച്ചു കൊണ്ടുവരുന്നവൻ, അവനാണ് എൻ്റെ റബ്ബ്. അവനിൽ നീ പരിപൂർണമായും ഭരമേൽപ്പിക്കുക. അവനാണ് നമ്മുടെ റബ്ബ്.
അവനാണ് നമ്മുടെ റബ്ബ്. അവനിലേക്ക് നാം പൂർണ്ണമായും സർവ്വതും സമർപ്പിക്കുക. നമ്മുടെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥൻ, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നവൻ, ആവശ്യപ്പെട്ടതും അല്ലാത്തതും തന്നുകൊണ്ടിരിക്കുന്നവൻ, നിഅമത്തുകളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ. ആ റബ്ബിലേക്ക് തിരിയുക. ആ റബ്ബിന്റെ അടിയാറുകളിലേക്ക് തിരിയാതിരിക്കുക. ജാറങ്ങളിൽ നടക്കുന്ന ഉറൂസോ ചന്ദനക്കുടങ്ങളോ റഹ്മാനായ റബ്ബോ പ്രവാചക തിരുമേനിയോ പഠിപ്പിച്ചതല്ല. അതെല്ലാം അള്ളാഹുവിനെ വിട്ട് മറന്നു കളയുന്ന ഒരു വിഭാഗത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله